അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മലപ്പുറം കോഴിക്കോടും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ടും ഉച്ചക്ക് ലഞ്ച് കഴിക്കേണ്ടതുകൊണ്ടും നമ്മൾ നേരെ പോയി കയറിയിട്ടുണ്ടായിരുന്നത് സൈനിലേക്കാട്ടോ. അങ്ങനെ സൈനിലൊക്കെ പോയി ഫുഡ് കഴിച്ചതിന്റെ ശേഷം അവരുടെ സൈൻ ലെവലിലെ സ്പെഷ്യൽ ഡെസേർട്ട് ആയതാ ഈ സലങ്കാത്തിയും കഴിച്ചിട്ടോ. മൊത്തത്തിലൊരു ഹെവി സാധനമായിരുന്നു. കാരണം നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ മേലെ കഴിച്ചുകൊണ്ട് തന്നെ വയറ് നല്ല ഫുള്ളായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മലപ്പുറം പോകാനുള്ള ആവശ്യം എന്താ വെച്ചാൽ നമ്മളെ മിഥുമോന്റെ പാസ്പോർട്ട് പുതുക്കാണ്ടായിരുന്നു. അപ്പൊ അതിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയി, ഇന്നത്തെ ഈ യാത്രയിൽ നമ്മളെ കൂടെ നമ്മളെ ചെക്കൻ വസീം ഉണ്ട് കേട്ടോ. അപ്പൊ ഉമ്മാനും മിഥുവിനും പാസ്പോർട്ട് ഓഫീസിലേക്ക് വിട്ട ശേഷം നമ്മൾ നേരെ നിസ്കരിക്കാൻ ഈ പള്ളിയിലേക്ക് എത്തിയാൻ ഈ ഒരു പള്ളി കിടിലനായിരുന്നു. അപ്പൊ അവിടുന്ന് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കോഴിക്കോട്ടേക്ക് വിട്ടു. കോഴിക്കോട് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ തീർത്തതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങിട്ടോ ബീച്ച് സൈഡിലേക്ക്. അപ്പൊ ബീച്ചിലെത്തിയപ്പോൾ ഏകദേശം ഈവനിങ് ആയിരുന്നു. അപ്പൊ ഉമ്മയും ഇതും ഫസ്റ്റ് ടൈം ആണ് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ബീച്ച് സൈഡിലൊക്കെ നടന്നതിന് ശേഷം ബീച്ചിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പിലിട്ടതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചൊരണ്ടിയേഴ്സും കട്ട് ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോടുള്ള ഡെക്കാത്ലോൺക്കാണ്. ആൻഡ് അവിടെ നമ്മൾ കുറച്ചു നേരം കറങ്ങി നടന്ന് ചെറിയൊരു പർച്ചേസ് നടത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാൾക്കായിരുന്നു. ആൻഡ് അവിടെ സെയിം കുറച്ചു നേരം തേരാപ്പാരൊക്കെ നടന്നതിന് ശേഷം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഡിന്നറിന് KFC കഴിക്കാന്നുള്ളത്. നേരെ മേലുള്ള ഫുഡ് കോർട്ട് കയറി നമ്മൾ KFC ഓർഡർ ചെയ്തു. അപ്പൊ മിഥുമോൻക്കാണെങ്കിലോ ഈ ഒരു പുൾമിയ ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി പറഞ്ഞു. അപ്പൊ അതും മേടിച്ചു കൊടുത്തു. എന്റെ ആശാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി, വേറൊന്നല്ല, ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ സ്പെൻഡ് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം. ബൈ.